9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് അടച്ചിട്ട ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ ഇന്നലെ തുറന്നു. PTA ആവശ്യപ്രകാരം സ്കൂളിലെ സമയക്രമത്തിലും മാറ്റം വരുത്തി. രാവിലെ അസംബ്ലിയിൽ വിദ്യാർത്ഥിനിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. PTA ആവശ്യപ്രകാരമാണ് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തിയത്. രാവിലെ 8:40 തുടങ്ങി വൈകിട്ട് 3:40 അവസാനിക്കുന്ന തരത്തിലാണ് സമയത്തിന് ക്രമീകരണം. ഇതുകൂടാതെ 20 മിനിറ്റായിരുന്ന ഉച്ചയൂൺ സമയം 40 മിനിറ്റായി വർദ്ധിപ്പിച്ചു. 2 ഇടവേളകളുടെ സമയങ്ങൾ 15 മിനിറ്റാക്കി ഉയർത്തി. മഴക്കാലത്ത് ഷൂ ഒഴിവാക്കി ചെരിപ്പിടാമെന്നും മാനേജ്മെന്റ് സമ്മതിച്ചതായി PTA അറിയിച്ചു. രക്ഷിതാക്കൾക്ക് ഏതു സമയവും സ്കൂളിൽ പ്രവേശിക്കാൻ അനുമതി നൽകാനും തീരുമാനമായിട്ടുണ്ട്. അടുത്ത തിങ്കൾ മുതൽ പുതിയ സമയക്രമം നിലവിൽ വരുമെന്ന് PTA പ്രസിഡന്റ് C. രാമദാസ് അറിയിച്ചു. അതിൽ നമ്മൾ എല്ലാവരും അതിനോട് സഹകരിക്കുന്ന ആളുകളാണല്ലോ. നമ്മൾ ഈ നാട്ടിലെ നിയമങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് PTA എന്നുള്ളതല്ല, എല്ലാ ആളുകളും ആ ഒരു അന്വേഷണത്തോട് സഹകരിച്ചു കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഈ സ്കൂളിൻ്റെ എല്ലാ പാരൻസിൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഒരേ ഒരു ഇത് തന്നെയാണ്. അവരുടേതായിട്ടുള്ള അന്വേഷണങ്ങളുമായിട്ട് സഹകരിച്ച് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. പുതുതായി തിരഞ്ഞെടുത്ത PTA ഭാരവാഹികളുടെ സാന്നിധ്യത്തിലായിരുന്നു സ്കൂൾ തുറന്നത്. ആശിർ നന്ദയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സ്കൂൾ അസംബ്ലിയും ചേർന്നിരുന്നു. സ്കൂളിൽ പുതിയ പ്രിൻസിപ്പാളായി സിസ്റ്റർ പൗലിയും വൈസ് പ്രിൻസിപ്പാളായി സിസ്റ്റർ ജൂലിയും ചുമതലയേറ്റു. സ്കൂളിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ കൗൺസിലിംഗും തുടങ്ങി. ജൂൺ 24 വിദ്യാർത്ഥിനി ആശിർ നന്ദ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. സ്കൂളിൽ നടത്തിയ പരീക്ഷകളിൽ മാർക്ക് കുറഞ്ഞതിനെ തുടർന്ന് ആശിർ നന്ദയെ നിലവിലുള്ള ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റിയിരുന്നു. ഇതിൽ മനംനൊന്താണ് ആശിർ നന്ദ ജീവനൊടുക്കിയതെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. സെന്റ് ഡൊമിനിക് സ്കൂളിൽ മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്ന തരത്തിലാണ് അധ്യാപകരുടെ പെരുമാറ്റമെന്നും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും ആരോപിച്ച് മറ്റു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രംഗത്തെത്തിയിരുന്നു. വലിയ പ്രതിഷേധമാണ് പിന്നീട് സ്കൂളിന് നേരെ ഉയർന്നത്. ആശിർ നന്ദയുടേത് എന്ന് കരുതുന്ന ആത്മഹത്യക്കുറിപ്പ് സുഹൃത്ത് പോലീസിന് കൈമാറിയിരുന്നു. CCN കടമ്പഴിപ്പുറം.